ചേട്ടാ ഈ അക്കാഡമിയിൽ ചെയർമാൻ ആയിട്ടിരിക്കുമ്പോൾ ചേട്ടന് ഒരുപാട് വിഷൻ വെച്ചിട്ടാണോ അതിനകത്ത് ആ ചെയർമാൻ പോസ്റ്റിലേക്ക് കയറിയത്? അതെല്ലാം ഫുൾഫിൽ ആയിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. അതിനകത്ത് ഒരു 10% പോലും ഫുൾഫിൽ ആയില്ല, സത്യം പറയാമല്ലോ. കാരണം ഇത് അക്കാഡമി ചെയർമാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ. ഈ ഫെസ്റ്റിവൽ നടത്തുകയല്ല, പിന്നെ ദൈവം രണ്ട് ഫെസ്റ്റിവൽ രണ്ടും നല്ലതെന്ന് എല്ലാവരും പറയുകയും ചെയ്തു. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് അക്കാഡമിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദ തിങ് ഈസ് ബേസിക്കലി ഫണ്ട്സ് ഇല്ല ഗവൺമെൻറ്റിൽ. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനെടുത്ത് 2 കൊല്ലം കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ ഒരു കോംപ്ലക്സ് പണിയാൻ നോക്കി, ഒരു തിയേറ്റർ കോംപ്ലക്സ്. കാരണം ഈ ഫെസ്റ്റിവൽ എല്ലാ തിയേറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. എല്ലാം അതിൻ്റെ ഫൈനൽ സംഭവം വരെ സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു നോഡ് കിട്ടിയാന്നിരുന്നു. പക്ഷേ ഇറ്റ് വർക്കൗട്ട്. ഒരു കാര്യം മനസ്സിലാക്കി, ഈ നമ്മുടെ ബ്യൂറോക്രസിയിലോ അല്ലെങ്കിൽ അതോറിറ്റീസ് ആരും ബ്ലെയിം ചെയ്യുന്നേ പറയുന്നില്ല, നടക്കത്തില്ല. ഇത് നമുക്ക് എല്ലാ കൊല്ലവും പറയുന്നല്ലാതെ എല്ലാ കൊല്ലവും പ്രാക്ടിക്കൽ ആവുന്നില്ല. അങ്ങനെ എല്ലാവരും പറയും എന്നല്ലാതെ ഒന്നും ഞാൻ അതിനോട് കുറേ നടന്ന കേട്ടോ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഫെസ്റ്റിവൽ നന്നായിട്ട് നടത്താൻ പറ്റും. കാരണം അതൊക്കെ ഇപ്പം ബാക്കി ഡയറക്ടേഴ്സ് വെച്ചപ്പോൾ നമ്മുടെ ഒരു ജനകീയ എല്ലാവരുമായിട്ടുള്ളൊരു മിംഗ്ലിംഗ് കൊണ്ട് എല്ലാവരും സഹകരണം മേടിച്ചൊക്കെ ഉണ്ടായി. അതുകൊണ്ടൊക്കെ അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഒന്നും വേണ്ട. അക്കാഡമിക്ക് ഇതൊരു പ്രോപ്പർ സ്ഥലം ഇതിലായിട്ടില്ലല്ലോ. 2 ഏക്കർ സ്ഥലം പിടിച്ചിട്ടിരിക്കുക കൊല്ലങ്ങളായിട്ട്. ഇനി സെക്കൻഡ് ചാൻസ് അതോ ഒന്നുകൂടെ തന്നാൽ? ഞാനോ? എൻ്റെ ഒരു ചാൻസും വേണ്ട. എന്തിനാ വൈ വേസ്റ്റ് ടൈം, എനർജി, മണി. ഇതേപോലെ അവാർഡ് കമ്മിറ്റി ജൂറിയിലും ഇരുന്നിട്ടില്ലേ? ഉണ്ട്. ഞാൻ ഇരുന്ന എത്രയോ ജൂറി ഇരുന്നിട്ടുണ്ട്. ഞാൻ ഇരുന്ന നാഷണൽ ജൂറി വെച്ച ആ സമയത്ത് നമ്മുടെ മുരളിക്ക് അവാർഡ് കിട്ടുന്നത്. അല്ല, അതൊക്കെ ഉണ്ട്. ഈ ജൂറി ഇരിക്കുന്ന പോലെ അല്ലല്ലോ ഈ ഒരു ചെയർമാൻ പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ജൂറി ഈസ് മോർ സേഫ് ദാൻ ചെയർമാൻ? സേഫ് അല്ല. ആസ് ലോങ് ആസ് യു ആർ ഹോണസ്റ്റ് ആൻഡ് യു ആർ ട്രാൻസ്പെറൻറ്റ്, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് വേറെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഒന്നിനോടും ഇല്ല. അത് ചെയർമാൻ സമയത്ത് ഞാൻ നോ റെക്കമെൻഡേഷൻ, നത്തിങ്, എല്ലാം കറക്റ്റായിട്ട് ഉള്ള കാര്യം പറയും. പക്ഷെ ഇതിനകത്തും പറയാറുണ്ടോ അത് അങ്ങനെയാ, റെക്കമെൻഡേഷൻ വൈസ് കിട്ടിയേക്കുന്നത്? ഒന്നുമില്ല. ജനനി എന്നുള്ള സിനിമ തീർക്കാൻ പെട്ടപാട് എനിക്ക് ദൈവം തമ്മിൽ അറിയാം, മനസ്സിലായില്ലേ? അതിൻ്റെ കഷ്ടിച്ച് പ്രിൻ്റ് അയച്ചു കൊടുത്തു ഡൽഹിയിൽ. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം ഞാൻ ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. രാവിലെ നമ്മൾ സേനെ ആസ് യൂഷ്വൽ വിളിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ ഒരു 6 മണിക്ക് വന്നിട്ട് പറഞ്ഞു ബാലേന്ദ്രൻ എൻ്റെ വൈഫ് വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറയാൻ ഞങ്ങൾക്ക് സുഖമില്ലായിരിക്കും, എന്തോ മനസ്സിലായില്ല. അത് ഞാൻ പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു. അല്ല, അത്യാവശ്യം വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, അല്ല ചേട്ടനെ അത്യാവശ്യം ഡൽഹി വിളിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ മേനത് സുഖമായിട്ട് ചോദിച്ചു. അപ്പോൾ ഒന്നും കത്തുന്നില്ല. അതുകൊണ്ട് ഇവർ ചിരിച്ചു. വെറുതെ പറഞ്ഞു എനിക്കറിയില്ല, വിളിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഡൽഹി നമ്പർ വിളിച്ചു. അൺയൂഷ്വൽ നമ്പർ, ഹോട്ടൽ അശോകയാന്ന് പറഞ്ഞു. അവിടെ മേനാ ഫോൺ എടുത്ത്. എന്താ മേനെ ചോദിച്ചു. ഇവിടെ താനാണോ ഇന്ത്യയിലെ ഏറ്റവും സംവിധായകനാവാണെന്ന് പറഞ്ഞു. ഞാൻ ഐ വാസ് ഷോക്ക്ഡ്. അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. പ്രിന്റ് അയച്ച പോലും മറന്നുപോയി. മേന ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്ത്രീയുടെ കൂടെ പറഞ്ഞു ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ മേനെ ഒറ്റ ചോദിച്ചു, മേനെ ഇത് എനിക്ക് അമ്മയോട് പറയാമെന്ന് ചോദിച്ചു. ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അനൗൺസ് ചെയ്തോ? അനൗൺസ് ചെയ്യുന്ന പയ്യൻ. ഞാൻ പറഞ്ഞു അനൗൺസ് ചെയ്തിട്ടേ പള്ളി പറയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ സ്ത്രീയുടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. സ്ത്രീയുടെ മേനെ സംസാരിച്ചു. ഫോൺ വെച്ച് 5 മിനിറ്റ് വി കെ മാധവൻ കൊണ്ട് വിളിക്കുന്നു ഡൽഹിയിൽ നിന്ന്, സെയിം ന്യൂസുമായിട്ട്. അപ്പോഴും ഞാൻ കൺവിൻസ് ആയത്. കാരണം വേറെ ഒന്നുമല്ല, ഇത് 6 മാസം മുമ്പ് ഈ സിനിമയ്ക്ക് കേരളത്തിലെ എല്ലാ അവാർഡെന്ന് പറഞ്ഞിട്ട് മനോരമയ്ക്കകത്ത് അടിച്ചു വന്നതാണ്. 6 അവാർഡെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അനൗൺസ് ഇപ്പോൾ ഒന്നും ഇല്ലായിരുന്നു. അതോട് അനൗൺസ് ചെയ്തതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചു. അല്ലേ പറയാം. അപ്പം ഇതൊക്കെ നമ്മുടെ ജോലി ചെയ്യാന്നുള്ളതല്ലാതെ അവാർഡ് കിട്ടുകയോ സിനിമ 100 ദിവസം ഓടും, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. ചേട്ടാ ശരിക്കും ഡയറക്ഷൻ, അപ്പാർട്ട് ഫ്രം ഡയറക്ഷൻ 2-3 പടം ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇവരെ പക്ക ബിസിനസ്മാൻ. പക്ഷെ അത്രയും ആസ് എ ബിസിനസ് പേഴ്സൺ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മാർക്കറ്റിംഗാണ്. പക്ഷെ അതിന് ചേട്ടൻ എനിക്ക് സിനിമയിലെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ആളല്ല. വൈ? അല്ല, ബിക്കോസ് ഞാൻ സിനിമ അങ്ങനെ ഒരു വേറൊരു കച്ചവടമായിട്ട് കണ്ടിട്ടില്ല. ഉണ്ട്, സത്യം പറയാമല്ലോ. ബട്ട് സ്റ്റിൽ സിനിമ ഒരു കച്ചവടമായിട്ടാണ്. പിന്നെ ചോദിച്ചാൽ ഞാനിപ്പോൾ ഒരു ഹിറ്റ് മേക്കറിൻ്റെ വേഷമുള്ള ആളൊന്നും അല്ലല്ലോ. അല്ല, അങ്ങനെ ഹിറ്റ് മേക്കർ ആകാൻ താല്പര്യമില്ല. നമ്മളെടുക്കുന്ന ഒരു ബേസിക് പ്രൊഡക്ഷൻ ഇത്ര കോസ്റ്റ് ഉണ്ട്. ദൈവം എനിക്ക് അത് തിരിച്ചു കിട്ടിയാൽ വെരി ഹാപ്പി. തിരിച്ചാൽ മതി. ആസ് ലോങ് ആസ് യു ആർ ഹാപ്പി ദെൻ വൈ ഡു യു വാണ്ട്? ദാറ്റ്സ് റൈറ്റ്. ഈ പറഞ്ഞ കൂട്ട് എന്നതിനാ വെറുതെ ടെൻഷൻ എടുക്കുന്നത് അല്ലേ? അത് ആവശ്യമില്ല. ബിപിയും കൂട്ടിയേച്ച് ഇത് ഉള്ളത് നമുക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ ടെൻഷനില്ല. അതാ ശ്രീ ചേച്ചി എങ്ങനെ കണ്ടുപിടിച്ചേ?
ഞാൻ കണ്ടുപിടിച്ച അപ്പനമ്മ കണ്ടുപിടിച്ച അപ്പനും കണ്ടുപിടിച്ചു. മാത്രം ഞാൻ സ്ത്രീയെ ആദ്യമായിട്ട് കാണുന്ന കല്യാണ നിശ്ചയത്തിൻ്റെ അന്നാ. ഫോട്ടോ പോലും കണ്ടില്ലേ? അന്ന് ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. എല്ലാരെയും പെണ്ണ് കാണാൻ വന്നത് ചെറുക്കം കണ്ടില്ല. എന്റെ അനിയന്മാരുടെ കാണിച്ചു എല്ലാരും അമ്മ പറയുന്നതാണ് ഇപ്പോഴും ഇട്ടാൻ അമ്മയാണ് ദൈവമായിട്ട് കുഞ്ഞിലെ ഉണ്ടായതാ. 14 വയസ്സിലായ മോനാണ്. അന്ന് കാലത്ത് പ്രസവിച്ച അമ്മ. മക്കളെല്ലാരും അത് അമ്മ എങ്ങനെയായിരിക്കും? അമ്മ ഇങ്ങനെ ഭയങ്കര പെറ്റിങ്ങും പാമ്പറിങ്ങും ഒക്കെ ആയിരിക്കും. ചേച്ചിയുടെ വീട് കായംകുളം, ചേട്ടന്റെ ചങ്ങനാശ്ശേരി, കായംകുളം കറ്റാനം. ഓക്കെ ചേച്ചി, അപ്പം ഇതേപോലെ ഒരു സിനിമാക്കാരന്റെ ലൈഫിലേക്കാ വരുന്നതെന്നൊക്കെ ചേച്ചിക്ക് അറിയത്തില്ല? നാട്ടിൻപുറമായിരുന്നു. അറിയുള്ളൂ. എന്തിനാ ഒരു എക്സാമ്പിൾ നമുക്ക് വേണം. അതായത് ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ വീട്ടില് ഞാനെന്നാ അവിടെ, അപ്പം ഞാൻ ലാലും കൂടെ പോകുന്ന വഴിക്ക് അവിടെ കയറി ഇവരുടെ വീട്ടിൽ. എല്ലാവരും നമുക്ക് അവിടെ ഊണ് കഴിച്ച് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ചെന്ന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കും. സ്ത്രീയുടെ അച്ഛനും അമ്മയുണ്ട്, സ്ത്രീയുടെ സിസ്റ്ററും ഉണ്ട്. അപ്പം ഈ സ്ത്രീയുടെ അച്ഛൻ ലാലിനെ വിളിച്ചു, കുഞ്ഞെന്നെ എടുക്കാൻ ചോദിച്ചു. സൂപ്പർ സ്റ്റാർ മോഹൻലാലിനോട്. ലാലു പറഞ്ഞു, ഞാനും ബാബുച്ചേട്ടനോട് ഇങ്ങനെ അപ്പൊ അങ്ങനെ ഒരു നാട്ടിൻപുറത്താണ് അറിയാമല്ലോ. ആലോചിക്കല്ലേ, അച്ഛൻ കുഞ്ഞെന്താ എടുക്കുവാ? അയ്യോ 5 മിനിറ്റ് സ്റ്റക്കായി കാണും. അല്ല മേനോൻ ബാലതിനോട് പറഞ്ഞ ആവശ്യമുണ്ട്. മേനത് ആർക്കും ഒരു പിടിയില്ല. ജോലിക്കാരൊക്കെ പക്ഷെ അങ്ങനെ ഒരു സ്ത്രീയുടെ അച്ഛൻ എന്റെ സിനിമയൊന്നും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ അച്ഛൻ അത് മനസ്സിലായെന്ന് പുള്ളിക്കൊന്നും അറിയത്തില്ല. അങ്ങനത്തെ ഒരു ലോകത്തെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പൊ ചേച്ചി നാട്ടുമ്പുറത്തേന്ന് സിറ്റിയിലോട്ട് വന്നപ്പോഴത്തേന് ചേച്ചിക്ക് ആ ഡിഫറൻസ് ഒക്കെ തോന്നിയില്ലേ? ഇല്ല, പ്രയാസമൊന്നും തോന്നിയില്ല? ഉണ്ടായിരുന്നു അല്ലേ? അന്നേരം ചേട്ടനാന്നോ എല്ലാം? അല്ല, അമ്മ ഉണ്ടായിരുന്നു. ഇട്ടാന്റെ ആനിയന്മാരെല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ ഇട്ടാന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അവരുടെ മക്കളെ അങ്ങനെ ഞാൻ ഇട്ടാന്ന് വിളിക്കും. അശോക് ഇട്ട വിളിക്കുന്ന ഏട്ടന്നല്ല ചേട്ടന്നല്ല ഒന്നുമല്ല, കുടുംബത്തില് പാരമ്പര്യമായിട്ട് ഈ കൊച്ചാട്ടൻ എന്നൊക്കെ സാധനം ലോപിച്ചിട്ട് ഈട്ടാട്ടൻ വരും. ഈ ചേട്ടനുള്ള ഈട്ടാട്ടനായി. ഞങ്ങൾ ചെങ്ങന്നൂരൊക്കെ അച്ഛൻ്റെ വീട്ടിലൊക്കെ അവർ ടാട്ടനാണ് വിളിക്കുന്നത്, ചേട്ടന്മാരെ കയറി. അപ്പൊ എന്റെ പ്രദേശമൊക്കെ എല്ലാവരും ടാട്ടൻ വിളിക്കുന്നത്. അശോകന്റെ എല്ലാവരും അത്. ഇനി വേറെ സംഭവിച്ച എന്റെ അടുത്ത തലമുറ നമ്മുടെ റിവ്യൂസ് എല്ലാം വിളിക്കുന്നത് ഇട്ടാൻ അമ്മാവനാ, ഇട്ടാട്ടൻ അമ്മാവൻ. രാജീവേട്ടാന്നും വേണ്ട, ബാബുവേട്ടാന്നും വേണ്ട, ഒന്നും വേണ്ട. ഇനിയിപ്പോ ഷാജിയൊക്കെ ഇട്ടാന്ന് വിളിക്കുന്നത്. അത് പക്ഷെ അത് വിളിക്കാൻ തന്നെ ഒരു സന്തോഷം.